തന്നോടല്ലേ പറഞ്ഞത് അച്ഛന്റെ ഒരു കാര്യവും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന്? അച്ഛന് പറയാനുള്ള ഒരു കാര്യവും എനിക്ക് കേൾക്കാൻ വേണ്ട. ഞാൻ അച്ഛന്റെ അടുത്ത് വരുന്നതും കാണുന്നതൊന്നും എന്റെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞേക്കും. അതല്ല, പിള്ളച്ചേട്ടൻ വെളുപ്പിന് മരിച്ചു. അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യാനെങ്കിലും മാധവൻകുട്ടി വരണം. മരിക്കുന്നത് വരെ ആരാ കുത്തിയെന്ന് മാത്രം ഒരാളോടും പിള്ളച്ചേട്ടൻ പറഞ്ഞില്ല. മാധവൻകുട്ടി വരും, മാധവൻകുട്ടിയോട് മാത്രമേ പറയുമെന്ന് വാശി പിടിച്ച് കാത്തിരിക്കായിരുന്നു. ഒടുക്കം ജീവൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം മാത്രം മാധവൻകുട്ടിയോട് പറയാൻ പറഞ്ഞു. മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ അച്ഛന് ഭാഗ്യം കിട്ടിയില്ല, പക്ഷെ മക്കൾക്ക് വേണ്ടി മരിക്കാൻ അച്ഛന് ഭാഗ്യം കിട്ടിയത്. ദേ കൊണ്ടുവരും. ഇയാൾക്ക് എന്താ എപ്പോഴും 5 പെങ്ങന്മാര് സ്റ്റോക്ക് വേണം? നിങ്ങൾ 2 എണ്ണം പോയപ്പോ കൃത്യമായിട്ട് വേറെ 2 എണ്ണത്തിനെ കൊണ്ടുവന്ന് നോക്ക്. ഇയാൾ ശരിയാവില്ല, ഈ ജന്മത്ത് ശരിയാവില്ല. ഇതെന്താണിത്? എല്ലാവരും വരി വരിയ. ഓ, എവിടെല്ലാരും? അത് അവരിപ്പോ ചിലപ്പോ അകത്ത് വരുന്ന പഠിക്കായിരിക്കും അല്ലേ? ഗായത്രി, തുളസി, എടി അമ്പിളി, ഇന്ന് മുതൽ ഇതാണ് നിങ്ങളുടെ വീട്, അല്ല നമ്മുടെ വീട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഏട്ടനുണ്ട്, ഗായത്രി ചേച്ചിയുണ്ട്, തുളസി ചേച്ചിയുണ്ട്, അമ്പിളി ചേച്ചിയുണ്ട്, പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഈ പോത്തുണ്ട് സത്യപാലൻ, പിന്നെ എന്റെ അമ്മ ഭാർഗവമ്മയുണ്ട്. എടി ഗായത്രി, ആ ഇതാണ് നിങ്ങളുടെ ചേച്ചിമാര്, നിങ്ങളുടെ കുഞ്ഞനിയത്തുമാരാ സന്ധ്യയും സിന്ധുവും. ഇനി ഇവര് നമ്മുടെ കൂടെയാ, നമ്മുടെ വീട്ടില്. ചെല്ല്, ഇവരെ കൂട്ടിക്കൊണ്ടായ മുറിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ചെല്ലു മക്കളെ. സത്യവല, അപ്പുറത്തുണ്ട് ഏതെങ്കിലും മുറി കാണിച്ചു കൊടുത്തേര്. വാ. തുളസി, നീ ഇങ്ങോട്ട് വന്നേ. എന്താ എന്താ ഞങ്ങൾ പൊക്കോളാം വലിയേട്ട, ഞങ്ങളെ കൊണ്ടാക്കിയത്. ഞങ്ങൾ അവിടെ തന്നെ നിന്നോളാം. ഇവിടെ നിൽക്കാൻ എന്താ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവരാരെങ്കിലും നിങ്ങളെ വഴക്ക് പറഞ്ഞോ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൻ അവര് പറഞ്ഞോ നിങ്ങളോട്? വാ, അകത്തേക്ക് വാ. വരാനല്ലേ പറഞ്ഞത്? തുടങ്ങി. അടുത്ത അഗ്നിപർവ്വതം അവിടെ പുകഞ്ഞു തുടങ്ങി. അതുടനെ പൊട്ടും. ഞാൻ പറഞ്ഞു അവരോടത്, ഇനി ഞാൻ പറയും. മാധവേട്ടൻ ഞങ്ങളുടെയാ, ഞങ്ങളുടെ മാത്രം. അങ്ങനെ വഴിയെ പോകുന്നവരൊന്നും ഞങ്ങളുടെ ഏട്ടന് പങ്കുവെക്കണ്ട. വഴിയെ പോകുന്നവര്? ആരാടി വഴിയെ പോകുന്നവര്? ഈ കുഞ്ഞുങ്ങളോ? എന്റെ അച്ഛന്റെ ചോരയിൽ പിറന്നവരവരും എന്റെയും നിന്റെയും അവരുടെയും സിരകളിൽ ഓടുന്ന രക്തം ഒന്നാ. ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ആരുമല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ ആരുമല്ല. അപ്പോ
മാധവേട്ടന് ഞങ്ങളെക്കാൾ വലുതാണല്ലേ ഇവര്. നിങ്ങളെക്കാൾ വലുതല്ല അവര്, അവരെക്കാൾ വലുതല്ല നിങ്ങളും. ഇവരുടെ അമ്മ കാരണമല്ലേ അച്ഛൻ നമ്മുടെ അമ്മയെ ഉപേക്ഷിച്ചു പോയത്. അത് മാധവേട്ടൻ ഓർക്കാത്ത എന്താ? അതുകൊണ്ട് ഈ കുട്ടികളോട് ഞാൻ പ്രതികാരം ചെയ്യണോ? അവരെ ഞാൻ തെരുവിൽ വലിച്ചെറിയണോ? അങ്ങനെ ഒരു ദ്രോഹവും എന്നോടും നിങ്ങളോടും നമ്മുടെ അച്ഛൻ ചെയ്തിട്ടില്ല. മറിച്ച് നമ്മൾ ചെയ്തോ? നമ്മൾ അച്ഛാന്ന് വിളിക്കുന്ന കേൾക്കാൻ കൊതിച്ച് എത്ര വട്ടം ഈ വീടിന്റെ പടിക്ക് പുറത്ത് അച്ഛൻ കാത്തു നിന്നിട്ടുണ്ട്. അച്ഛൻ ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഞാനും നീയൊക്കെ? ഒടുക്കം കണ്ണടക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് കെഞ്ചിയിട്ട് പോയോ ഞാൻ? എന്നെ പോകാൻ അനുവദിച്ചോ നീയൊക്കെ? ആ പാവമൊക്കെ ഞാൻ എവിടെ കൊണ്ടുവച്ച് തീർക്കും? ചെല്, നീ ആ ബാഗ് കൊണ്ട് മുറിയിൽ വെക്ക്. ഇനി നിങ്ങളോട് ആരും ഇവിടെ നിന്ന് പോകാൻ പറയില്ല. അങ്ങനെ പോകാൻ പറയുന്നവരാരും ഇനി ഈ വീട്ടിലുണ്ടാവില്ല. അകത്തേക്ക് വരൂ. ഞങ്ങളാവുന്നത് പറഞ്ഞിട്ടും തടഞ്ഞിട്ടും ഒന്നും ആ കുട്ടികൾ നിന്നില്ല. മാധവൻകുട്ടി അവര് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോക്കളഞ്ഞു. ഗായത്രി, തുളസി, അമ്പിളി, മക്കളെ മാധവേട്ടനാ വിളിക്കുന്നേ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഈ ഏട്ടൻ മാപ്പ് ചോദിക്കുന്നു. മോളെ ഗായത്രി, അവരെയും കുട്ടി ഇങ്ങോട്ട് വരാൻ. നിങ്ങളിങ്ങ് വന്നേ. അമ്മ ചേച്ചി ചെന്ന് പറഞ്ഞേക്ക് ഞങ്ങൾക്ക് വരാൻ മനസ്സില്ലെന്ന്. എന്തിനാ ഇങ്ങനെ പടിക്ക് പുറത്തു വന്നു നിന്ന് യാചിക്കുന്നത്? അവരോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരാം. ഇതെന്റെ വീടാണ്. പക്ഷെ മനസ്സിലുള്ള പകയും വൈരാഗ്യവും ഒക്കെ ആ പടിക്ക് അപ്പുറത്ത് ഉപേക്ഷിച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറി വരാൻ. എന്റെ പട്ടി ഒരുപാട് അതിന്റെ മുറ്റത്ത് കയറാൻ. മര്യാദക്ക് എന്റെ കുട്ടികളെ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ കുട്ടികളെ ഒന്നും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ആരെയും പിടിച്ചു വെച്ചിട്ടുമില്ല. അവരായിട്ട് വന്നു. ഇനി അവരായിട്ട് തിരിച്ചു വരുമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിന് നിന്റെ അനുവാദം ഒന്നും വേണ്ടടാ. ഞാൻ വിളിച്ചാൽ എന്റെ കുട്ടികൾ എന്റെ കൂടെ വരും. ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ഗായത്രി, തുളസി, അമ്പിളി, ഏട്ടനാ വിളിക്കുന്നേ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. അവരെ വിളിക്കണ്ട, അവര് വരില്ല. മാധവേട്ടന്റെ കൂടെ കഴിയാൻ ഇനി അവർക്ക് ഇഷ്ടമല്ല. അത് പറയാൻ നീ ആരാടി? എന്റെ കുട്ടികൾക്ക് എന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെന്ന് പറയാൻ നീ ആരാണെന്ന്? ഞാൻ അവരുടെ ചേച്ചിയാ. അവരെന്റെ അനുജത്തിമാരാ. അവരുടെ മേൽ മാധവേട്ടനുള്ള അതേ ഉത്തരവാദിത്വം അധികാരവും അവകാശവും എനിക്കുണ്ട്. നിർത്തലി, എന്റെ അടുത്താണോ നീ അധികാരവും അവകാശവും പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്റെ അടുത്താണോ നീ കണക്കും ചോദിച്ചോണ്ട് വരുന്നത്? ഞാനൊന്നും ചോദിച്ചോണ്ട് വരുന്നില്ല. ഇങ്ങോട്ടൊന്നും ചോദിച്ചോണ്ട് വരാതിരുന്നാ മതി. നിന്റെ അടുത്ത് ചോദിക്കാനും യാചിക്കാനും ഒന്നും വന്നതല്ല ഞാൻ. എന്റെ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. അവരെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ. ഇറക്കി വിടാൻ പറ്റില്ല. അവരിറങ്ങി വന്നാ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അല്ലാണ്ട് ബലമായിട്ട് കൊണ്ടുപോകാനൊന്നും വിചാരിക്കണ്ട. ബലമായിട്ട് തന്നെ കൂട്ടിക്കൊണ്ട് പോകൂടി. എന്റെ കുട്ടികളെ ഞാൻ ബലമായിട്ട് തന്നെ കൂട്ടിക്കൊണ്ട് പോകും. നിക്കണം. അതൊക്കെ ആ പടിക്ക് അപ്പുറത്ത് മതി. ഇപ്പുറത്തേക്ക് വേണ്ട. പുറത്തിറങ്ങണം. വിട്ടുതരില്ല. എന്റെ കുട്ടികളെ ഞാൻ ആർക്കും വിട്ടുതരില്ല. എന്റെ എല്ലാമാണ് അവര്. അവരില്ലാണ്ട് ഒരു നിമിഷം പോലും ഞാൻ കഴിഞ്ഞിട്ടില്ല. അവരില്ലാണ്ട് ഒരു ജീവിതം എനിക്കില്ല. ഒരുപാട് തവണ ഞാൻ സഹിച്ചു. എന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ നീയാണെന്ന് അറിഞ്ഞിട്ട് പോലും നിന്നെ ഞാൻ വെറുതെ വിട്ടത് ഇവളെ കരുതിയിട്ടാ. എന്റെ ഈ പെങ്ങള് വിധവയായി പോകുന്ന കരുതിയിട്ടാ. ഇനി അതും ഞാൻ ചെയ്യും. 24 മണിക്കൂറൊക്കെ എന്റെ കുട്ടികളെ നീ തിരിച്ചു തന്നില്ലെങ്കിൽ അതും ഞാൻ ചെയ്യും. ബാലേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ഇനി എന്ത് വന്നാലും ശരി, ഗായത്രി, അമ്പിളിയും തുളസിയും നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. മാധവേട്ടൻ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. എന്ത് ചെയ്യാൻ? ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പോകുന്നില്ല. ഇനി ബലമായിട്ട് കൊണ്ടുപോകാനാണെങ്കിൽ കോടതിയിലും പോലീസിന്റെ സഹായം തേടണം. അത്ര തന്നെ. അങ്ങനെ സഹായം തേടേണ്ടിയിരുന്നത് ഇപ്പോഴല്ല ഗായത്രി,
കുറെ മുമ്പാ. കൃത്യമായിട്ട് പറഞ്ഞ 16 വർഷം മുമ്പ്. പള്ളിക്കുടത്തിൽ പഠിക്കുന്ന മാധവൻകുട്ടി എന്ന കൊച്ചു പയ്യന്റെ കയ്യിൽ ഈ നിൽക്കുന്ന അമ്പിളിയെ പ്രസവിച്ചിട്ടിട്ട് നിങ്ങളുടെ അമ്മ പോയില്ലേ അന്ന്. അതിനു മുമ്പ് നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ അച്ഛൻ പടിയിറങ്ങി പോയില്ലേ അന്ന്. ഒരാളും ഉണ്ടായിരുന്നില്ലല്ലോ അന്നൊന്നും നിങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും. ഇപ്പൊ പോലീസ് വേണം, കോടതി വേണം. ആ ഏട്ടനിൽ നിന്ന് നിങ്ങൾക്കൊക്കെ സംരക്ഷണം വേണം. ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടാൻ നിങ്ങളൊക്കെ തപസ്സിരിക്കണം, തപസ്. നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഒരു നിമിഷം അയാൾ ജീവിച്ചിട്ടുണ്ടോ? അയാൾക്കൊരു ഭാര്യ വേണം, കുടുംബം വേണം, കുട്ടികൾ വേണം എന്നൊരിക്കലെങ്കിലും അയാൾ ചിന്തിച്ചിട്ടുണ്ടോ? നശിക്കുകയാണ് മനുഷ്യൻ. നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിക്കുകയാണ് മനുഷ്യൻ. ഞാൻ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ കാണിച്ചത് അയാളെ ജീവിക്കാൻ വേണ്ടിയാ. അയാളെയും കാത്തിരിക്കുന്ന എന്റെ പെങ്ങള് അയാളോടൊപ്പം ഒന്ന് ജീവിച്ച് കാണാൻ വേണ്ടിയാ. അല്ലാതെ അയാളെ തോൽപ്പിക്കാനല്ല, അയാളെ തകർത്ത് ആ ജീവിതം ഇല്ലാതാക്കാനുമല്ല. ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ നിന്നുകൂടാ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ ഇറങ്ങണം. ഞാൻ വരാം, ഞാൻ കൊണ്ടുപോയാക്കാം. നിങ്ങൾക്ക് വേണ്ടി മാധവേട്ടനോട് ഞാൻ മാപ്പ് പറയും. മാധവേട്ടനില്ലേ ഇവിടെ? ആ ഇറങ്ങിപ്പോയ പോക്ക ഇതുവരെ എത്തിയിട്ടില്ല. സന്ധ്യക്ക് കടവിലിരിപ്പുണ്ടായിരുന്നു. ചെന്ന് വിളിച്ചപ്പോ പൊക്കോ വന്നോളാന്ന് പറഞ്ഞു. ഞാൻ പോയി എല്ലാം ഏറ്റു പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാം മാധവേട്ടനെ. നിങ്ങളകത്തേക്കല്ലേ ചെല്ല്. മാധവേട്ടനെ വേദനിപ്പിച്ചതിനൊക്കെ മാപ്പ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മാധവേട്ട, എന്താ ഇതൊക്കെ? മാധവേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തൂടെ? അതിന് ഇവന്മാരെയൊക്കെ ആവശ്യമുണ്ടോ മാധവേട്ടന്? മാധവേട്ട, നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളുടെ അച്ഛനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കോമ്പാറക്കാരാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അച്ഛൻ പോലും ഇന്ന് അവരുടെ കയ്യിൽ ഒരു പാവയാണ്. മാധവേട്ട, Hey!